ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കോട്ടയം സ്റ്റൈൽ അയില മീൻ കറിയാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിലും നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് നന്നായി പൊട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 15 അല്ലി ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് ഉള്ളി ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് 2ആയി കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം. ഇതും ഇപ്പം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 4 കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1.5 കപ്പ് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി തിളച്ച് ഒന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മസാലയിലൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വറ്റിച്ചെടുക്കണം. മീൻ വെന്ത് വരുന്ന ടൈമിൽ ഇനി ഇളക്കി കൊടുക്കാൻ പാടില്ല. അതിനു പകരം ചട്ടി ഒന്ന് ചെറുതായി ഒന്ന് കറക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ ഇപ്പം നമ്മളുടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില തണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് മീനുകളിൽ പെടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറി തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.